മഴക്കാലത്ത് നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും വഴുതി വീണിട്ടുണ്ടോ? അതിൻ്റെ കുറച്ച് റീസൺസ്, അതിന് കുറച്ച് സൊല്യൂഷൻസ് പറയാൻ ഉദ്ദേശിക്കുന്നു. മെയിനായിട്ട് നമ്മൾ സ്റ്റോൺ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻറ്റി സ്കിഡായിട്ടുള്ള ഫ്ലെയിംഡ് അല്ലെങ്കിൽ നല്ല റഫ്നെസ് ഉള്ള സ്റ്റോണുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ സെമി പോളിഷോ അല്ലെങ്കിൽ ലെതർ ഫിനിഷോ അങ്ങനത്തെ ഒരു സ്കിഡ് ചെയ്യാൻ പ്രവണത കൂടുതലുള്ള സ്റ്റോണുകളോ ഇൻ്റർലോക്കുകളോ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കറക്റ്റ് സ്ലോപ്പിങ് നല്ല കറക്റ്റായിരിക്കണം. നമ്മൾ സ്റ്റോൺ ലേ ചെയ്യുമ്പോൾ വെള്ളം വളരെ നല്ല രീതിയിൽ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള സ്ലോപ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം. കാരണം വെള്ളം സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർലോക്കിൻ്റെ ഉപരിതലത്തിൽ കുറച്ച് സമയം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഒരു സ്കിഡി പ്രവണതയിലോട്ട് മാറും. അതിൽ എച്ചിൽ പിടിച്ച് നമ്മളത് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഈ മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ സ്റ്റോണോ എന്തെന്നാണെങ്കിലും നമ്മളത് പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മരത്തിൻ്റെ മേലെന്ന് ഉള്ള വേസ്റ്റുകൾ വീണിട്ട് ആ ഒരു ഏരിയ നല്ല രീതിയിൽ വഴുക്കി വീഴാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഏരിയാസ് നമ്മൾ അതാവുമ്പോൾ തന്നെ നല്ല പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്കിഡിങ് പ്രവണതയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറക്കാൻ സാധിക്കും.